ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവനൊക്കെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താകുമോ? ഇല്ല. കാരണം എന്താ? അതിന് ചില നിബന്ധനകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പരിശോധിച്ചാൽ തന്നെ ഒന്ന് സ്ഥിരീകരണമാണ്, മറ്റൊന്ന് നിരാകരണമാണ്. എന്നാൽ അഹ്ലുസുന്നയാണ് എന്ന് വാദിക്കുന്ന ആളുകളിൽ പലരും അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. ഇത് അംഗീകരിച്ചാൽ മാത്രം ഒരുത്തൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്താവുകയില്ല. ഒന്നുകൂടി വിശദീകരിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അള്ളാഹുവിനെ ആരാധിക്കുന്നു, അതുകൊണ്ട് മുസ്ലിം ആവില്ല. അള്ളാഹുവിനോട് ആരാധിച്ചു എന്നതുകൊണ്ട് മുസ്ലിം ആകുമെങ്കിൽ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോട് യുദ്ധം ചെയ്തുവോ അബൂജഹൽ, അബൂലഹബ് അടക്കമുള്ള കൊടിയ മുശ്രിക്കുകളും മുസ്ലിങ്ങളാണെന്ന് പറയേണ്ടി വരും. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹുവിനോട് അടിയന്തര ഘട്ടങ്ങളിൽ ആരാധിച്ചവരാണ് അവർ. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഖുർആനിൽ തന്നെ പറഞ്ഞത് വൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ യാത്ര ചെയ്താൽ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ മുങ്ങുമെന്ന ഘട്ടമെത്തിയാൽ തിരമാലകൾ അവരെ വന്നു മൂടിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന. ആരുടെ പ്രാർത്ഥിച്ചത്? അതുവരെ കരയിൽ പ്രാർത്ഥിച്ച ലാത്ത ഉസ്സ മനാത്ത എന്നിവരോടല്ല, ദഅവുല്ലാഹ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അക്കൂട്ടത്തിൽ ലാത്തയെ വിളിച്ചോ അള്ളാഹുവെ ലാത്തയെ കാക്കണം എന്ന് പറഞ്ഞോ? ഇല്ല. അള്ളാഹുവിനെ വിളിക്കുന്നു. എന്താ തെളിവ്? മുഖ്ലിസീന, കലർപ്പില്ലാത്തവരായി അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആത്മാർത്ഥത എന്ന് പറയും. ഇഖ്ലാസ് എന്ന വാക്കിനർത്ഥം ആത്മാർത്ഥത എന്നല്ല. ജാറത്തിൽ പോകുന്നവൻ ഇഖ്ലാസ് ഉണ്ട്, നല്ല ഭക്തിയോട്, അവന്റെ വിശ്വാസപ്രകാരമുള്ള ഭക്തിയോട് കൂടിയാണ് ഒരുത്തൻ നബിദിനം കൊണ്ടാടുന്നത്, മൗലിദ് ഓതുന്നത്, ജാറത്തിൽ പോകുന്നത്, അവിടെ തിരി കത്തിക്കുന്നത്, വിളക്ക് കത്തിക്കുന്നത്, എണ്ണയൊഴിക്കുന്നത്, മാല ചാർത്തുന്നത്, പൂ വതറുന്നത്, പച്ച കൂടുന്നത്, ഇതൊക്കെ നല്ല അർത്ഥമുണ്ട്. ചർച്ചിൽ പോകുന്ന ക്രിസ്ത്യാനിക്ക് ഈസാ നബിയെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ കന്യാമറിയമിനെ വിളിക്കുന്ന, അല്ലെങ്കിൽ മൂന്നും കൂടിയ ഏകദൈവം എന്ന് പറയുന്ന ത്രിയേകത്വത്തെ അംഗീകരിക്കുന്നവൻ, അതിന് നല്ല ആത്മാർത്ഥത ഉണ്ട്. അമ്പലത്തിൽ പോകുന്ന ഒരു ഹിന്ദുവിന് വെറുതെ കപടനായി പോകല്ല, ആത്മാർത്ഥതയോടുകൂടിയാണ് പോകുന്നത്. അപ്പൊ ഇഖ്ലാസ് എന്ന് പറഞ്ഞ അർത്ഥം ആത്മാർത്ഥത എന്നല്ല, കറകളഞ്ഞ തൗഹീദാണ്, കലർപ്പില്ലാത്തത്. മുഖ്ലിസീന, അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട്, ലഹു അള്ളാഹുവിന്, എന്തിനെ? അദ്ദീന, കീഴ്വണക്കത്തെ. ഏതാ കീഴ്വണക്കം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദീൻ, കീഴ്വണക്കത്തെ അള്ളാഹുവിന് മാത്രമാക്കി, മറ്റാർക്കും കീഴ്പ്പെടാതെ, മറ്റാരോടും ചോദിക്കാതെ അള്ളാഹുവിനോട് മാത്രം ചോദിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അവരെ കുറിച്ച് മുസ്ലിം എന്ന് പറഞ്ഞോ? ഇല്ല. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരാം. നമ്മുടെ നാട്ടിൽ കപ്പലിൽ കയറി കപ്പൽ മറിയാൻ പോയാൽ ഈ ആളുകൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ആരോടായിരിക്കും? ആദ്യം വിളിക്കുക മമ്പർത്ത് തങ്ങളെന്നാണ്. മമ്പർത്ത് തോണി മറിഞ്ഞു, അവിടെ പാലം വരുന്നതിന് മുമ്പ് കടവായിരുന്നു, അവിടെ തോണി മറിഞ്ഞപ്പോ ആദ്യം വിളിച്ചു തരാം മമ്പർത്ത് തങ്ങളെ കാക്കണേ. അപ്പോ അള്ളാഹു അല്ലാത്തവരെയാണ് വിളിക്കുക. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ സുന്നത്ത് ജമാഅത്ത് പറയുന്ന ആളുകൾ സമൂഹത്തെ പഠിപ്പിച്ചതെന്താ? മൊയ്തീൻ മാലയുടെ വ്യാഖ്യാനം. അതിൽ 410 മറ്റോ പേജിലാണ്. അവിടെ പറയുന്നത് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളത് ആരെയാണ്? ഔലിയാക്കളുള്ള പ്രാർത്ഥനയാണ്. അബ്ദുൽ ഖാദർ ജീലാനിയെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്, അള്ളാനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പില്ല. എന്നാൽ മക്കയിലെ മുസ്ലിം, മക്കയിലെ അറബികൾ വിശ്വസിച്ചത്, നബിന്റെ കാലഘട്ടത്തിലെ നബിനോട് യുദ്ധം ചെയ്ത ആളുകൾ വിശ്വസിച്ചത് എന്താ? കടലിൽ അടിയന്തര ഘട്ടത്തിൽ, എമർജൻസി ഘട്ടത്തിൽ വിളിച്ചാൽ അള്ളാഹ് മാത്രമേ ഉത്തരം ചെയ്യുള്ളൂ. എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ വിശ്വസിക്കുന്നതോ എമർജൻസി ഘട്ടത്തിൽ അള്ളാഹു അല്ലാത്തവർ വിളിക്കണം. വേറെ ഇന്നും ജീവിച്ചിരിപ്പുള്ള ഒരു യുവജന വിഭാഗത്തിന്റെ നേതാവായ ആള് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചത് അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്ന് പറയുന്നത് KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ്. ഏത് KSRTC? ഇപ്പോഴത്തെ KSRTC അല്ല, പണ്ടത്തെ ആനവണ്ടി എന്നറിയപ്പെടുന്ന KSRTC. അതായത് കാട്ടിലെ ആന പോലെ ചുവന്ന കളറിൽ മണ്ണ് വരണ്ട് കഴുകി വൃത്തിയില്ലാത്ത ചളി പിടിച്ച പുകയുടെ കറുപ്പ് പിടിച്ച ബസ്. കയറി ഇറങ്ങിയാൽ കുളിക്കാൻ നടക്കണം. അതാണ് പണ്ടത്തെ KSRTC. വഴിയിൽ പിന്നെ ബ്രേക്ക് പോകുകയോ ആക്സിൽ ഒട്ടുകയോ ഒക്കെ ചെയ്താൽ അവിടെ കിടക്കും, അടുത്ത KSRTC വരണം, കയറ്റി വിടാൻ, റീഫണ്ട് ചെയ്യൂല പൈസ. അല്ലെങ്കിൽ ഡിപ്പോയിൽ നിന്ന് മെക്കാനിക്കും വണ്ടിയും വന്ന് നന്നാക്കണം, അതുവരെ റോട്ട് നമുക്ക് തിരിക്കുക. ആന വണ്ടി ഇപ്പോഴും സൈറ്റിൽ നെറ്റിലടിച്ച് നോക്കിയാണ് ആന വണ്ടി, ഡബിൾ ആയിട്ട് ആന വണ്ടി എന്നടിച്ചാൽ KSRTCന്റെ സൈറ്റ് കിട്ടും, ബസ്സിന്റെ ടൈമൊക്കെ. ആ KSRTCയിൽ യാത്ര ചെയ്യുന്നവനെ പോലെയാണ് അള്ളാഹുവിനോട് നേരിട്ട് വിളിക്കുന്നവൻ. ഇത് പറഞ്ഞാൽ അപ്പം തന്നെ അവൻ കാപ്പറായി. കാരണം എന്താ? അള്ളാഹിനെ KSRTC ബസ്സാക്കുക. അള്ളാഹു നിങ്ങളെ പോലെയല്ല, സൃഷ്ടികളിൽ ആരെ പോലെയുമല്ല, ആർക്കും ആരോടും സാദൃശ്യമില്ല, ഒന്നിനോടും സാദൃശ്യമില്ല, സാദൃശ്യപ്പെടുത്താനും പാടില്ല. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം. അപ്പൊ എന്തിനാണ് KSRTC ബസ്സിൽ കയറുന്നത് പോലെയാണ് അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത്? KSRTC ബസ്സിൽ കയറിയാൽ എത്തി, കിട്ടിയാ കിട്ടി, ഇല്ലേ പൈസയും പോയി, എത്തലില്ല. എന്നാൽ ഔലിയാക്കന്മാരോട് ദുആ ചെയ്യുന്നതോ ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നവനെ പോലെയാണ്. എനിക്ക് ഈ ബെൻസ് തന്നെ എന്താ, ഞാനിപ്പോ അടുത്ത കാലത്ത് തന്നെ ഈ ബെൻസ് തന്നെ എന്ന വണ്ടിയാണ് തിരിച്ചറിഞ്ഞത്. നമ്മൾ അത്രയും ശ്രദ്ധിക്കില്ല. അപ്പൊ ബെൻസ് ഇപ്പോഴത്തെ ബെൻസ് അല്ല, കുറച്ച് മുമ്പ് ഇറങ്ങിയ കാലത്ത് അന്നാണ് ബെൻസ് 1ാം നമ്പർ വണ്ടി. ഫൈലും ബെൽറ്റ് ഉണ്ടാകാം. ഇനി ബെൻസിന് തന്നെ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ പറയുന്ന കാലത്തുള്ള ബെൻസ് അന്ന് ഏറ്റവും മുന്തിയ കാർ ബെൻസ് ആയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് ഔലിയാക്കന്മാർ ദുആ ചെയ്യുന്നത് എന്നെന്താ ഉറപ്പായിട്ട് എത്തും. KSRTC ബസ് കയറി എത്തിയല്ലേ പോയി. അപ്പൊ ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നത് പോലെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളോട് ദുആ ചെയ്യുന്നവൻ. ഈ പറഞ്ഞത് വാമൊഴിയാണ്, മറ്റത് മൊയ്തീൻ മാലന്റെ വ്യാഖ്യാനത്തിൽ എന്റെ അടുത്ത നാട്ടുകാരനായ ഒരു പൈസ എഴുതിയ വ്യാഖ്യാനമാണ്. ഇത് ഔലിയ
ഔലിയാക്കൾ പ്രാർത്ഥിച്ചാലാണ് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളത്. അപ്പൊ എന്താ മക്കയിലെ മുശ്രിക്ക് വിശ്വസിച്ചതോ? കടലിലും കോളിലും കാച്ചിലും അപകടത്തിലും പെട്ടാൽ അടിയന്തര ഘട്ടത്തിൽ സഹായിക്കാൻ നമ്മൾ കരയിൽ നിന്ന് വിളിക്കുന്ന ലാത്തയോ ഉസ്സയോ മനാത്തയോ പോരാ, അവിടെ സഹായിക്കാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവർ അള്ളാഹുവിനോട് മാത്രമാണ് ആ ഘട്ടത്തിൽ സഹായം ചോദിച്ചത്. എന്നാൽ ഇന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് അവകാശപ്പെടുന്നവൻ നേരെ ഉൾട്ടയായി തലതിരിഞ്ഞു. മക്കയിലെ മുശ്രിക്കിനുണ്ടായിരുന്ന ആ വിശ്വാസം പോലും ഇന്നത്തെ ആളുകൾക്കില്ല. ഇന്നെന്താ പറയുന്നത്? പ്രാർത്ഥിച്ചാൽ രക്ഷ കിട്ടണമെങ്കിൽ ഔലിയാക്കന്മാരെ വിളിക്കണം എമർജൻസി ഘട്ടത്തിൽ. പിന്നെ ചില ആൾക്കാർ പറയുന്ന ചീള് കേസ്, എന്നാ ചെറിയൊരു കേസ്, ചീള് കേസിൽ ആരെ വിളിക്കുക? അള്ളാനെ വിളിക്കുക. ഇതിന്റെ നേരെതിരാണ് മക്കയിലെ മുശ്രിക്ക്. അപ്പൊ ആരാ മെച്ചം? അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൊടിയ മുശ്രിക്കുകളെക്കാൾ വളരെ കടുത്ത മുശ്രിക്കുകളാണ് ആധുനിക കാലഘട്ടത്തിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുന്നവർ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഈ കാര്യം മനസ്സിലാക്കിയില്ല. അള്ളാഹു ഉണ്ട് എന്ന് പറയലോ അള്ളാഹുവിനെ ആരാധിക്കലോ മാത്രം കൊണ്ട് ഇസ്ലാം ആവുകയില്ല. പിന്നെന്താ ലാ ഇലാഹ? എന്താ അതിനർത്ഥം? ഒരു ആരാധനക്കർഹനായി ആരുമില്ല എന്നതാ. ലോകത്ത് ആരാധിക്കാവുന്ന ആരുമില്ല, പാടേ നിഷേധിച്ചു. എന്നിട്ട് പറയാണ് ഇല്ലല്ലാ, അള്ളാഹു ഒഴിച്ച്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? അള്ളാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ. അങ്ങനെ മനസ്സിലാക്കണം. അള്ളാഹു അല്ലാത്ത ഒരുത്തനെയും ആരാധിക്കാൻ പാടില്ല, ഒരാളോടും ഇസ്തിഗാസ നടത്താൻ പാടില്ല. അള്ളാഹുവിനോട് മാത്രമേ ദുആ ആകുന്ന ഇസ്തിഗാസയും നടത്താൻ പാടുള്ളൂ, നേർച്ച വഴിപാടുകൾ നടത്താൻ പാടുള്ളൂ, സഹായ തേട്ടം പാടുള്ളൂ, ഇസ്തിആനത്ത് പാടുള്ളൂ, ഇസ്തിആനത്ത് രക്ഷ തേടൽ പാടുള്ളൂ. ഇതൊക്കെ ഇബാദത്തിന് എങ്ങനെയാണ്? അത് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ എന്ന് അംഗീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താലേ അവൻ മുസ്ലിം ആകുള്ളൂ. അല്ലാത്തവൻ മുസ്ലിമല്ല, അവൻ അഹ്ലുസുന്നത്തല്ല, അഹ്ലുൽ ഖിബ്ലയല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തല്ല.